പാസ്പോർട്ട് ഓഫീസല്ല, പുള്ളിയിൽ ഒരു മെഡിക്കൽ റെപ്പായിരുന്നു. ഓഹോ. അങ്ങനെ വന്നു. അപ്പോൾ അയാൾ കോയമ്പത്തൂർ എവിടെ ഒരു കമ്പനി ജോലി ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ കോയമ്പത്തൂരിൽ നിന്ന് പുള്ളി വരാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ വെയിറ്റ് ചെയ്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് വരാനായിട്ട് 5 മിനിറ്റേ ഉള്ളൂ, അല്ല 10 മിനിറ്റ്. അരമണിക്കൂർ കഴിഞ്ഞിട്ടും വരുന്നില്ല. കുറച്ച് കഴിഞ്ഞ് താഴെ വന്നു എന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി ലിഫ്റ്റ് ഇറങ്ങി താഴെ ചെന്നപ്പോൾ താഴെ ആരെയും കാണുന്നില്ല. ഇവിടെ ആരെങ്കിലും വണ്ടി വന്നോ, ഓട്ടോ ഒന്നും വന്നില്ല. ഇവിടെ ആരും നിൽപ്പുണ്ടോ നോക്കിയപ്പോഴത്തേക്ക് ഒരു കയ്യിലേക്ക് കൊടുത്ത് ഒരു കീറ കയ്യിലല്ല, അതുപോലത്തെ ഒരു മുണ്ട് കൊടുത്ത് ഒരു കാക്കി ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു ബാഗ് തൂക്കി ഒരുത്ത് നിൽക്കണം. നോക്കിയപ്പോഴത്തേക്ക് ഈ കള്ളവണ്ടി കയറിയൊക്കെ ട്രെയിനകത്ത് വന്ന ഈ പേരില്ലേ അതുപോലെ ഒരുത്തൻ. എന്നിട്ട് ഞാൻ ഇന്ന ആളാണെന്ന് ചോദിച്ചു. പറഞ്ഞ യെസ് ഇംഗ്ലീഷ്. ഞാൻ പറഞ്ഞ അപ്പോൾ ഇംഗ്ലീഷ് അല്ല. എന്നിട്ട് വാട്ട്സ് യുവർ നെയിം? അപ്പോൾ പ്ലീസ് കം. എന്നിട്ട് എനിക്കൊന്ന് ബാത്ത് ഷവർ ചെയ്യണം, അതിനുള്ള അവസരമുണ്ടോ നിങ്ങളവിടെ? അപ്പോൾ എനിക്ക് മനസ്സിലായി കയ്യിൽ നിന്ന് പോയിരിക്കുക. ഇയാളെ ലിഫ്റ്റിനകത്ത് കയറിയിട്ട് സ്മെല്ല് കൊണ്ട് വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണ്. മെഡിക്കൽ റെപ്പാന്ന് പറഞ്ഞില്ലേ. പക്ഷേ ഡ്രസ്സ് അയാളെന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോയിരിക്കുക, എന്തൊക്കെ അടിച്ചിട്ട് കയ്യിൽ നിന്ന് പോയിട്ട് മുഷിഞ്ഞ്. അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടിക്കൂലിക്ക് കാശില്ലാതെ നടന്ന വന്ന അവിടം വരെ. അയ്യോ. പിന്നെ വീട്ടിൽ വന്ന് കയറി ഞങ്ങളുടെ തുണികൾ എടുത്തു വാഷ് ചെയ്ത് അവിടെ ആദ്യം വന്ന് ഈ പുള്ളിക്കാരത്തെ നോക്കുകയൊന്നുമല്ല, ഇത് തുറന്നിട്ട് തുണിയൊക്കെ എടുത്ത് വെള്ളിലേക്കിട്ട് ഇട്ടപ്പോൾ സ്മെല്ല്. ഇതൊക്കെ തന്നെ ചെയ്യുക. ഇതൊന്ന് വാഷ് ചെയ്യണം, എന്നുണ്ടെങ്കിൽ പോകേണ്ടതാണ്. നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് തീരുമാനിച്ചില്ല. എനിക്ക് കുറച്ച് ദിവസം കൂടെ എല്ലാം ഇങ്ങോട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. കിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല, തിക്കും മേലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ്. ഇത് എവിടുന്ന് അതേ നമ്മളകത്തേക്ക് എന്നിട്ട് ഇവള് കിടന്ന് കരച്ചു തുടങ്ങി. എന്നെ അയക്കരുത്, ഇതെൻ്റെ ആളല്ല, ഇതെൻ്റെ ആളല്ല, ഇവനല്ല, നേരത്തെ ഉണ്ടായിരുന്നല്ല, ഇവൻ കയ്യിൽ നിന്ന് പോയിരിക്കും. ഇത് ഞാൻ, അതായത് ഇത് ഞാനല്ല, ഇത് പഴയ ആളല്ല, ഇത് പോയി, എന്നെ അയക്കരുത് പറഞ്ഞിട്ട് അവിടെ കിടന്ന് കരച്ചിലും ബഹളവും. അവസാനം ശരി ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരാം, അപ്പോൾ ഇത് വാഷ് ചെയ്ത് വച്ചേക്കൂ, തൽക്കാലം അതിൽ നിന്ന് 2 ഡ്രസ്സൊക്കെ എടുത്തിട്ട് പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കിപ്പോൾ വിശപ്പില്ല. അല്ല, ഫുഡ് കഴിച്ചു? വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരൻ ജിത്തേട്ടൻ ഉണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞു ഇവനെ നൈസായിട്ട് ഒഴിവാക്കി, നമുക്ക് ഇവളെ എങ്ങനെ എന്തെങ്കിലും ചെയ്യാം, എന്നിട്ട് ഒരു 1000K എന്ന് സഹായിച്ചു കഴിഞ്ഞാൽ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞാൽ അവർ 1000 ബാഗ്സ് എന്താ പറഞ്ഞ ഉടനെ 1000 രൂപ ഞാൻ കയ്യിലേക്ക് എടുത്ത് കൊടുത്തു. നേരെ തിരിച്ച് വന്നപ്പോൾ ഇറങ്ങി ഗേറ്റിൻ്റെ അവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട്. കാരണം വണ്ടിക്കതൊന്നും കയറ്റാൻ പറ്റത്തില്ല. ആ വേഷത്തിൽ തന്നെ അവർ 2 ഡ്രസ്സും എടുത്ത് ബാക്കി കുറേ ഡ്രസ്സൊക്കെ അവിടെ ഇട്ടിട്ട് കൺസ്ട്രക്ഷൻ പണിയോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് വേറെ വാഷ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് പിണക്കണ്ടെന്ന് കരുതിയിട്ട് അതെല്ലാം ഒരു കവറിനകത്ത് കെട്ടി പുള്ളിക്കാരത്തി വന്ന് അവിടെ എടുത്തു വെച്ചു. എല്ലാം എഴുതി ഇവർ പിന്നെ ഞങ്ങൾ തീരുമാനിച്ച് എന്ത് ചെയ്യണമെന്ന്. ഇത് അവസാനിച്ചതെന്ന് പറഞ്ഞാൽ ഭയങ്കര പോലീസൊക്കെ ഇടപെട്ടിട്ടാണ് ഇത് ഒതുങ്ങിയത്. കാരണം ഞാൻ പോലീസ് കംപ്ലയിൻറ്റ് ചെയ്തു. ഇവരെ വലിയൊരു വീട്ടിലെ ഒരു കഥാപാത്രമായിരുന്നു ഇയാൾ, വലിയ പാലയിലെ വലിയ തറവാട്ടുകാരൻ. കിളി പോയിട്ട് ഇതിന്. പക്ഷെ അതിൻ്റെ ഹൈലൈറ്റല്ല, ഇതെല്ലാം സഹിച്ച അവരിപ്പോഴും വേറൊരു കുട്ടിയൊക്കെ ആയിട്ട് ഒരുമിച്ച് രണ്ടാമത് ഒന്നിച്ച് കല്യാണം. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അവർ ഒരുമിച്ച് ജീവിക്കണം ഇവരിപ്പം. ചേച്ചി പഴയതെല്ലാം മറക്കണം. ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് കുളിപ്പിച്ചാണ്. ഞങ്ങളാരായി? ശശി. 2 മക്കളുണ്ട് തോന്നിപ്പോ. ഞങ്ങൾ ഫോണൊക്കെ കൊടുത്തേ ഇല്ല, സന്തോഷത്തോടെ വിട്ടതാ. അവര് പിന്നെ അവരൊന്നിച്ച് എന്തെല്ലാം സംഭവങ്ങൾ നമ്മുടെ കുടുംബത്തിലെ. സുധീരേട്ടൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇനി ഓണത്തിന് നമ്മൾ ഒരിക്കൽ കൂടി ഇരിക്കുന്നതായിരിക്കും ഓണവിശേഷങ്ങളായിട്ട്. തീർച്ചയായിട്ടും നമ്മുടെ മൂവി വേൾഡ് മിനി സ്ക്രീനിൽ അല്ലെങ്കിൽ മൂവി വേൾഡ് പ്രേക്ഷകരോട് എന്താ ചേട്ടന് പറയാനുള്ളത്? എല്ലാവരും നന്നായിരിക്കുക. എല്ലാം ഓണമൊക്കെ വരികയാണ്. എന്താ പറയുക, നമ്മൾ ഓണമൊന്നും ആഘോഷിക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല. വയനാട് നമ്മളെ വിട്ടുപോയ ഒത്തിരി പേരുണ്ട്. ആരൊക്കെ മരിച്ചെന്ന് ഇപ്പോഴും അറിയില്ല. മണ്ണിനടിയിൽ കിടക്കുന്ന ഒരുപാട് ശരീരങ്ങളുണ്ട്. അവിടെ കൂട്ടിൽ നഷ്ടപ്പെട്ടവരുണ്ട്. എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പം കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിയാലും ഒരു ആപത്ത് വരുമ്പം നമ്മൾ മലയാളിയെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കും. ആ സമയത്ത് ആ ഒരു ഒത്തൊരുമയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ എല്ലാവരും എന്തെങ്കിലും ഈ ആപത്ത് വരുമ്പോൾ മാത്രമല്ല, ഈ ജാതി മതം ഭേദമന്യേ അതിൻ്റെയൊക്കെ ഈ നമ്മളൊക്കെ
നമ്മളെ ടൂളായിട്ട് ഉപയോഗിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ കയ്യിലെ ആ ടൂളാവാതെ ഒരു ഉപകരണമായിട്ട് മാറാതെ നമ്മൾ ആരെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ സന്തോഷത്തോടെ ഏകോദര സഹോദരങ്ങളോടെ സഹോദരങ്ങളെ പോലെ നമ്മൾ മുന്നോട്ട് പോവുക. എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും യാത്ര, ആരും കാണില്ല. നമ്മൾ ഒരുമിച്ച് മണ്ണിനടി കിടക്കണം, അല്ലെങ്കിൽ ഒരു പെട്ടിക്കകത്ത് കിടക്കണം, അല്ലെങ്കിൽ ഈ കുറച്ച് തീക്കകത്ത് എരിഞ്ഞ് തീരേണ്ട ശരീരമാണ്. ഈ കാണിക്കുന്ന ഷോവും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഒരു നല്ലൊരു അസുഖം വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി നമ്മുടെ വണ്ടിയുടെ ഓപ്പോസിറ്റ് വന്നാൽ തീരാവുന്ന ആയുസേ ഉള്ളൂ നമ്മുടെ ഈ ബിൽഡപ്പും കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് ആരെയും മനസ്സ് വിഷമിപ്പിക്കാതെ നമ്മൾ ആരെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. നമുക്കൊന്നും കൊണ്ടുപോകാൻ നമ്മുടെ കയ്യിലൊന്നുമില്ല. നല്ല ആഹാരം കഴിച്ചു, എന്താ പറയുക, അത് തന്നെയുള്ളൂ. നല്ല ആഹാരം കഴിക്കുന്നു, ആരോഗ്യം സൂക്ഷിക്കുന്നു. അല്ലാതെ അസുഖങ്ങൾ വന്ന് നമ്മൾ ബുദ്ധിമുട്ടി എല്ലാവരും ആരോഗ്യം സൂക്ഷിക്കുക. എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്ന പോലെ എക്സസൈസൊക്കെ റൊട്ടീനൊക്കെ, വ്യായാമം, വേറെ നമ്മൾ കഴിക്കുന്ന ഫുഡ് എല്ലാം വിഷം കലർന്നതാണ്, ജങ്ക് ഫുഡാണ് പലതും. അപ്പോൾ ഇതൊന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എക്സസൈസ് അനിവാര്യമാണ്. എല്ലാവരും ആരോഗ്യമുള്ള ശരീരമായിട്ട് നമുക്ക് ആയുസ് ഉള്ളത്രയും കാലം സന്തോഷത്തോടെ ജീവിക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും ഒത്തിരി സ്നേഹം. വലിയൊരു തുറന്നു പറച്ചിലായിരുന്നു, അതും കൂടി പ്രത്യേകം എടുത്ത് പറയണു അല്ലേ? അല്ല, തുറന്ന് പറയുക എന്ന് പറയുന്നത് തുറന്ന് പറയാനുള്ള കാര്യങ്ങൾ പറയണം. ഇത് ആരാണ് എന്തിനൊക്കെ വിളിച്ചു വയ്ക്കണേ? നമ്മുടെ ഈ പറച്ചിലൂടെ ഇപ്പം എനിക്കല്ലേ ബുദ്ധിമുട്ടുള്ളൂ. അതെ, നിങ്ങൾക്കുണ്ടോ? ഒരിക്കലും ഇല്ല. നിങ്ങൾക്കുണ്ടോ? ഇല്ല. ഉണ്ടോ? കുറച്ചൊക്കെ. എന്ത് ബുദ്ധിമുട്ട്? രമ്യക്ക് ചേട്ടൻ പോയതൊട്ടും ഇഷ്ടപ്പെട്ടില്ല, അതാണ് പറയുന്നത്. എന്നോട് അതല്ല കൂടില്ലേ? അതല്ല, കേൾക്കുമ്പോ അല്ലേ, കേൾക്കുമ്പോൾ ഇവിടെ അല്ല ഇതൊന്നും പ്രിയക്ക് പ്രശ്നമില്ല. ഇല്ലേ? ഞാനിത് ദിവസം പറയുന്ന കാര്യങ്ങളാണ്. ഞാനെന്തെന്നറിയോ, ഞാനിതൊക്കെ ഏറ്റവും പറഞ്ഞതെന്നറിയോ, എനിക്ക് വയ്യാതെ വന്നു, അറിയാമല്ലോ, ക്യാൻസർ ബാധിച്ചു. ഞാനിങ്ങനെ വയ്യാതെ കിടക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ മരിച്ചു പോകും. ഞാൻ സർജറിക്ക് കയറ്റിക്കഴിഞ്ഞാൽ തിരിച്ച് വന്നാൽ വന്നു, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പേടി മനസ്സിൽ, മരണഭയം എന്നൊരു ഭയം ഒരു വലിയൊരു കാര്യമാണ്. അത് എത്ര വലിയ ധീരനാണെങ്കിലും മരണത്തിനോട് ഭയം കാണും. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ജനിച്ച അന്ന് തൊട്ട് നടന്നിട്ടുള്ള സംഭവങ്ങളെല്ലാം ഞാൻ ഇവളോട് തുറന്നു പറഞ്ഞു. ആ നിമിഷം വരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലേ? അപ്പോൾ കാരണം നീ അറിഞ്ഞിരിക്കണം, അത് എത്ര പേര് ആ ധൈര്യം കാണിക്കും? ആരും കാണിക്കില്ല. ഞാൻ പറഞ്ഞു, ഞാൻ നാളെ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതായിരുന്നടി, ഞാൻ ഇങ്ങനെ ആയിരുന്നു. ചിലപ്പോൾ നിന്നെ പറ്റിച്ചതിൻ്റെ, നിന്നെ ചതിച്ചതിൻ്റെ ശിക്ഷയായിരിക്കും എനിക്ക് ചിലപ്പം ദൈവം തന്നത്. അപ്പം അതാണ് ഞാൻ പറയാൻ കാര്യം. അത് ഏറ്റു പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് ആ ഏറ്റുപറച്ചിൽ ഇന്നെന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ചേട്ടാ, ഇനി കുറച്ച് കാര്യങ്ങൾ ബ്രേക്ക് ഇടാം, തുറന്നു പറയണ്ട. നമുക്കിനി ഓണത്തിന് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്. ഓണത്തിന് ഓണ വിശേഷങ്ങളും വിശേഷമായിട്ടല്ല, നമുക്ക് കുറച്ച് ഓണം ഫണ്ണായിട്ട് കൊണ്ടുപോകണം. കാര്യം ഇപ്പം ഇത്ര നേരം പറഞ്ഞ ഇതെല്ലാം ഫ്രീ ആയിരുന്നു. ഇനി ഓണത്തിന് കാശാണ്. നിങ്ങളൊരു സ്ഥിരം, നിങ്ങളിവിടെ മെമ്പർഷിപ്പിൽ ഇത് ഞാൻ നല്ല പൈസ വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത് ഓരോ പരിപാടിക്കും. പക്ഷേ ഇത് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തതാണ് ചേട്ടാ. അപ്പം എന്തായാലും വളരെ സന്തോഷം. ചേച്ചിക്കും ചേട്ടനും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അതായത് 100 വർഷം വരെ ഇങ്ങനെ കളിച്ച് ചിരിച്ച് പോട്ടെ. ചേട്ടൻ്റെ 100 വർഷം നന്നായിട്ട് പോട്ടെ, നന്നായിട്ട് ആരോഗ്യം വരട്ടെ, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് അഡ്വാൻസ്ഡ് രണ്ടുപേർക്കും ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച് ചേട്ടാ.